നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ പലപ്പോഴും അതിസങ്കീർണമായ നിയമക്കുരുക്കുകളിലേക്കാണ് വഴി തുറക്കാറുള്ളത്. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചുള്ള നിലവിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും ഇത്തരമൊരു സൂക്ഷ്മമായിട്ടുള്ള നിയമപരിശോധനയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും പൊതുവേദികളിലുമൊക്കെ തന്നെ ദിവസേന എന്നോണം പുറത്തുവരുന്ന അറസ്റ്റ് വാർത്തകളും വൻതോതിലുള്ള ആസ്തി കണ്ടെത്തലുകൾക്ക് അപ്പുറമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തികച്ചും വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. പൊതുജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളോ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലിക വിചാരണകളോ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കൃത്യമായിട്ടുള്ള രേഖകളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ അറസ്റ്റ് പോലെയുള്ള അന്തിമ നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങാനായിട്ട് സാധിക്കൂ. ഇതിനാൽ തന്നെ നിലവിലെ നിയമ നടപടികൾ അതീവ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ വെച്ച് തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിലായി ഏതാണ്ട് 20 മണിക്കൂറിലധികം ചോദ്യം ചെയ്യലിനാണ് വീണ വിജയൻ വിധേയയായത്. ഇതിൽ 2ാം ദിവസം മാത്രമായിട്ട് രാവിലെ മുതൽ രാത്രി വൈകും വരെ നീണ്ട 11 മണിക്കൂർ നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചെങ്കിലും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. താൻ രൂപീകരിക്കുകയും നടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT സ്ഥാപനം CMRL കമ്പനിക്ക് എന്തെല്ലാം തരത്തിലുള്ള സോഫ്റ്റ്വെയർ സേവനങ്ങളാണ് നൽകിയതെന്നോ അല്ലെങ്കിൽ ആ സേവനങ്ങളുടെ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ വിജയൻ കൈമലർത്തുകയാണ് ചെയ്തത്. ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നും അത് വാങ്ങിയ കമ്പനിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്നും ചോദിച്ചപ്പോൾ ഒരു സാധാരണ ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തി നൽകേണ്ട സാങ്കേതികപരമായിട്ടുള്ള മറുപടികൾക്ക് പകരം തനിക്കൊന്നും അറിയില്ലെന്ന പൊതുവായിട്ടുള്ള ഒരു നിലപാടാണ് അവർ അവിടെ സ്വീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ശക്തനായ ഭരണാധികാരിയുടെ മകൾ എന്ന പരിഗണനയിൽ കേവലം ഒരു വട്ടച്ചെലവിനുള്ള പണം അഥവാ പോക്കറ്റ് മണി എന്ന രീതിയിൽ CMRൽ നിന്നും കൈപ്പറ്റിയ തുക മാത്രമാണിതെന്നും ഇതിന്റെ യഥാർത്ഥ സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ തന്നെ സൂത്രധാരിത്വം അത് വീണയ്ക്കല്ലെന്നുമുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിച്ചേരുന്നു. വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്ന ഈ ഒരു കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ മറ്റൊരു കറുത്ത കരം അഥവാ ഒരു മൂന്നാമൻ ഉണ്ടെന്ന ശക്തമായിട്ടുള്ള സംശയത്തിലാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതിലൂടെ പണം കൈമാറിയത് കേവലം വീണയുടെ മാത്രം ബുദ്ധിയിലുദിച്ച കാര്യമായിട്ട് അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ED ഇപ്പോൾ കരുതുന്നില്ല. മറിച്ച് കൈക്കൂലി ആരോപണങ്ങളിൽ നിന്നും നിയമപരമായിട്ടുള്ള ചരടുവലികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ഇൻവോയ്സുകൾ കൃത്യമായി തയ്യാറാക്കുകയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു വലിയ ബുദ്ധികേന്ദ്രം തീർച്ചയായിട്ടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മൂന്നാമൻ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും സ്വാധീനമുള്ള ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരനെ പോലെ ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഏതെങ്കിലും കരുത്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനോ വിശ്വസ്തനോ ആകാം എന്നാണ് ED ഇപ്പോൾ കരുതുന്നത്. ചോദ്യം ചെയ്യലിൽ തന്റെ സ്ഥാപനത്തിലെ ചില ജീവനക്കാരുടെ പേരുകൾ വീണ വിജയൻ പരാമർശിച്ചെങ്കിലും അവരെ കണ്ടെത്താൻ EDക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ യഥാർത്ഥ വില്ലനായ ഈ മൂന്നാമനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കേസിന് വ്യക്തമായ ഒരു ദിശാബോധം ഇനി ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തൽക്കാലം വീണ വിജയന്റെ അറസ്റ്റിലേക്ക് കടക്കാതെ ED അന്വേഷണം ഈ അജ്ഞാത വ്യക്തിയിലേക്ക് ഇപ്പോൾ കേന്ദ്രീകരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെയൊക്കെ തന്നെ പിടിച്ചുലച്ച ഈ മാസപ്പടി കേസിന്റെ അന്വേഷണ പരിധി അത് കേവലം സംസ്ഥാനത്തിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. വീണ വിജയന് UAEയിലും അതോടൊപ്പം തന്നെ കാനഡയിലും വലിയ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങളും ബിസിനസ് ഇടപാടുകളുമൊക്കെ ഉണ്ടെന്ന് രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുകയും ഇതിനാസ്പദമായിട്ടുള്ള ചില രേഖകൾ EDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വീണയുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ നിരവധി തവണ UAE സന്ദർശിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളതിനാൽ തന്നെ ഈ യാത്രകളുടെ ലക്ഷ്യത്തെക്കുറിച്ചും അവിടെ കള്ളപ്പണ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതിന് ചില നിയമപരമായിട്ടുള്ള പരിമിതികൾ ഉള്ളതിനാൽ തന്നെ ED കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹായത്തോടെ UAE അധികൃതരെ നേരിട്ട് ബന്ധപ്പെടാനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ UAEയിൽ നിന്നുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ വിദേശത്തേക്ക് പണം കടത്തിയെന്ന കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള PMLA ആക്ട് പ്രകാരം കൂടി കുറ്റം ഉൾപ്പെടുത്തി കേസ് കൂടുതൽ ശക്തമാക്കാൻ അന്വേഷണ സംഘത്തിന് ഇവിടെ സാധിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ സമഗ്രമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് ശേഖരിച്ച 134ഓളം വരുന്ന നിർണായക രേഖകളും EDക്ക് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ടെന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യലുകളിൽ പല വസ്തുതകളും നിഷേധിക്കാൻ വീണ ശ്രമിച്ചെങ്കിലും SFIO ഹാജരാക്കിയ കൃത്യമായിട്ടുള്ള അക്കൗണ്ട് വിവരങ്ങളും ഇൻവോയ്സുകളും മുന്നിൽ വെച്ചപ്പോൾ പല കാര്യങ്ങളും അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് വരും ആഴ്ചയിൽ തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്താനാണ് EDയുടെ നീക്കം. ഇത്തവണ CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂടാതെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരെയും വീണ വിജയനെയും ഒരേ സമയം ഒരുമിച്ചിരുത്തി
ഒരിടത്തിരുത്തി തന്നെ മുഖാമുഖം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം പദ്ധതിയിടുന്നത്. പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ നൽകി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനും ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ ഇവരെ കൊണ്ട് തന്നെ തിരുത്തിക്കാനുമാണ് ഈ സംയുക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്നും ഇ ഡി കരുതുന്നു. ഇതിനുശേഷം കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ആദ്യ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇ ഡി കണക്ക് കൂട്ടുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി വശം എന്നത് CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് പകരമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വഴിവിട്ട് നൽകിയ ഔദ്യോഗിക ആനുകൂല്യങ്ങളാണ്. കേന്ദ്ര സർക്കാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടും 2019 മുതൽ 2023 വരെയുള്ള 4 വർഷക്കാലം ഖനനവും കരിമണൽ സംസ്കരണവും തുടരാൻ CMRL കമ്പനിയെ സംസ്ഥാന ഭരണകൂടം വഴിവിട്ട് സഹായിച്ചതായിട്ടും രേഖകളൊക്കെ തന്നെ വ്യക്തമാക്കും. ഈ ഒരു കാലയളവിൽ മാത്രം ഏതാണ്ട് 1600 കോടി രൂപയുടെ വൻതോതിലുള്ള കരിമണൽ ബിസിനസ്സാണ് ഈ സ്വകാര്യ കമ്പനി കേരളത്തിൽ നടത്തിയത്. ഈ വൻ ലാഭം ഉണ്ടാക്കാൻ സർക്കാർ ചെയ്തു കൊടുത്ത നിയമവിരുദ്ധമായിട്ടുള്ള സഹായങ്ങൾക്ക് പ്രത്യുപകാരമായാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി എന്ന പേരിൽ കൃത്യമായ ഇടവേളകളിൽ പണം കൈമാറിയതെന്നാണ് ഇ ഡി ഇവിടെ സംശയിക്കുന്നത്. തന്മൂലം കേവലം ഒരു വ്യക്തിഗത സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം സംസ്ഥാനത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ ഒരു സ്വകാര്യ മുതലാളിക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകിക്കൊണ്ട് നടത്തിയ വലിയൊരു അഴിമതി കൂട്ടുകെട്ടായാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ കേസിനെ ഇവിടെ കാണുന്നത്. ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അത് കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCക്ക് ഈ കരിമണൽ കമ്പനിയുമായുള്ള അവിഹിത ബന്ധമാണ്. 1989 CMRL കമ്പനി പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് 1991-92 കാലഘട്ടത്തിൽ KSIDC 10 രൂപ മുഖവിലയുള്ള 1.5 ലക്ഷത്തോളം വരുന്ന ഷെയറുകൾ വാങ്ങി ഈ കമ്പനി നിക്ഷേപം നടത്തി. നിലവിൽ CMRL 13.4% ഓഹരി പങ്കാളിത്തമുള്ള KSIDCക്ക് അവിടെ ഒരു സ്ഥിരം ഡയറക്ടറെ നിയമിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, സർക്കാരിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർ പലരും ഈ കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടറായിട്ട് പദവികൾ അലങ്കരിക്കുകയും ചെയ്തു. നിലവിലെ ഓഹരി വിപണി മൂല്യമനുസരിച്ച് ഏതാണ്ട് 26 കോടി രൂപയുടെ ആസ്തിയും കൂടാതെ 6 കോടിയിലധികം രൂപയുടെ ലാഭവീതവും KSIDCക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിലും മാസപ്പടി വിവാദം സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയ സാഹചര്യത്തിൽ ഈ ഓഹരി നിക്ഷേപം അടിയന്തരമായിട്ട് പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. കമ്പനിയിലുള്ള തങ്ങളുടെ മുൻ ഓഹരികളും CMRLന് തന്നെ തിരികെ വിറ്റഴിച്ച് പണം വാങ്ങിക്കൊണ്ട് ഈ അവിഹിത കൂട്ടുകളിൽ നിന്നും തലയൂരാനാണ് പൊതുമേഖലാ സ്ഥാപനം ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസ് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ തോതിലുള്ള ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുൻ മുഖ്യമന്ത്രിയെയും മകളെയും മരുമകനായിട്ടുള്ള മുൻമന്ത്രി മുഹമ്മദ് റിയാസിനെയും പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഒക്കെ തന്നെ നിറയുമ്പോൾ CPMന്റെ ആഭ്യന്തര വൃത്തങ്ങളിൽ അതീവ ഗുരുതരമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസിൽ വീണ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും മുൻ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രീയ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവെന്ന പദവി രാജിവെക്കണമെന്നും പകരം KN ബാലഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാകുന്നു. ഇതിനിടയിൽ മുൻപ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഗീനകുമാരി പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ ED കടുത്ത അതൃപ്തിയിലാണ്. ഈ കേസിൽ നേരിട്ട് കക്ഷി ചേരാൻ ED കോടതിയെ സമീപിച്ചിട്ടുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള നിയമയുദ്ധം കൂടുതൽ വഷളാകാനും അത് കേരള രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിക്കാനും സാധ്യതയേറിയതാണ്.